മക്കളെ ഈ ഒരു വീക്കിലേക്കുള്ള സ്റ്റഡി പ്ലാൻ ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വീക്കിൽ നമ്മുടെ യുവ ബാച്ചിലും അതേപോലെ നമ്മുടെ യൂട്യൂബിലൊക്കെ നടക്കുന്ന ക്ലാസ്സുകളെ കുറിച്ചുള്ള ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റഡി പ്ലാൻ ഒക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു യെസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം നല്ല റിസൾട്ട് നിങ്ങൾക്ക് എക്സാമിന് കാണാൻ വേണ്ടി പറ്റും. കാരണം ഇനി നമ്മുടെ ക്രിസ്മസ് എക്സാമിന് അധികം ദിവസമൊന്നുമില്ല. നവംബറൊക്കെ ഇപ്പോൾ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു. ഡിസംബർ 11 നിങ്ങളുടെ എക്സാം വരും. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, സിലബസ് തീർക്കുക. അതിനുശേഷം റിവിഷന് വേണ്ടിയിട്ട് പഠിച്ച പാഠങ്ങളൊക്കെ ഒന്നുകൂടി എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യാനുള്ള സമയം നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നിൽ കണ്ടുകൊണ്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഓരോ പാഠങ്ങൾ പഠിച്ച് തീരും. അതിൻ്റെ ഉള്ളിൽ നിന്ന് എക്സ്ട്രാ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താലാണ് ഇനിയുള്ള നല്ല റിസൾട്ട് നമുക്ക് ക്രിസ്മസ് എക്സാമിന് നേടിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഒന്നാമത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പാഠങ്ങളുടെ എണ്ണമൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഓണപ്പരീക്ഷ വെച്ചിട്ട് കൂടുതലാണ്. അപ്പോൾ ശരിക്കും പഠിച്ചാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് നേടാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീക്കിൽ നമ്മുടെ ബാച്ചിലെ ടൈം ടേബിൾ മിസ് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ. യെസ്, അപ്പോൾ നമ്മുടെ മൺഡേ നിങ്ങൾക്ക്, അതായത് ഇന്ന് നിങ്ങൾക്ക് മാത്സിൻ്റെ ചാപ്റ്റർ 8ൻ്റെ പാർട്ട് 4 അൺചേഞ്ചിങ് റിലേഷൻ്റെ പാർട്ട് 4ൻ്റെ ലൈവാണ്. അതേപോലെ ട്യൂസ്ഡേ നിങ്ങൾക്ക് സോഷ്യലിൻ്റെ 8th ചാപ്റ്ററിൻ്റെ പാർട്ട് 2 ലൈവാണ്. ആൻഡ് വെനസ്ഡേ നിങ്ങൾക്ക് ബേസിക് സയൻസിൻ്റെ ചാപ്റ്റർ 7ൻ്റെ പാർട്ട് 3 ലൈവും. തേഴ്സ്ഡേ നിങ്ങൾക്ക് മാത്സിൻ്റെ 9th ചാപ്റ്ററിൻ്റെ പാർട്ട് 1 ലൈവ്. 9th ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് 9 ചാപ്റ്ററേ മാത്സിനുള്ളൂ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻ ഇവിടെ തുടങ്ങുകയാണ്. അതായത് അത് തീരും ഈ ഒരു വീക്കിൽ തന്നെ. ഇനി ഫ്രൈഡേ നിങ്ങൾക്ക് മാത്സിൻ്റെ ചാപ്റ്റർ 9ൻ്റെ പാർട്ട് 3 ആണ്. അതേപോലെ സാറ്റർഡേ നിങ്ങൾക്ക് സോഷ്യൽ ചാപ്റ്റർ 8ൻ്റെ പാർട്ട് 3 ലൈവാണ്. അതായത് നമ്മുടെ സിലബസ് നമ്മൾ പറഞ്ഞ പ്രകാരം തന്നെ യുവ ബാച്ചിൽ കറക്റ്റ് സമയത്ത് തീരുകയും അതിനുശേഷം കംപ്ലീറ്റ് റിവിഷൻ ആണ്. അപ്പോൾ ഈ ഓരോ പാഠങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇപ്പോൾ ഈ ഒരു ചാപ്റ്ററൊക്കെ പാർട്ട് 4 ആണ്. അത് നിങ്ങൾക്ക് അത്രത്തോളം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിനെ വളരെ 4 ഭാഗങ്ങളായിട്ട് കീറി മുറിച്ച് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് ബാച്ചിലൊക്കെ പഠിപ്പിക്കുന്നത്. ഇനി നമുക്ക് നിങ്ങളുടെ യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ മൺഡേ നിങ്ങൾക്ക് മണി മാത്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ 1 ഷോട്ട് ലൈവ് വരുന്നുണ്ട്. അതായത് ഇന്ന് നിങ്ങൾക്ക് വരുന്നുണ്ട് മണി മാത്സിൻ്റെ 1 ഷോട്ട് ലൈവ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ 2 ക്ലാസ്സാണ്. ഇപ്പോൾ ബാച്ചിലർ കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് ഇവിടെ ഒരു മാത്സിൻ്റെ ക്ലാസ്സും ഒരു ലൈവ്, 2 ലൈവാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ 1 ഷോട്ടിനേക്കാളൊക്കെ മിസ്സും പ്രിഫർ ചെയ്യുക. നിങ്ങൾ ആ ഒരു ചാപ്റ്റർ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. എന്നാലാണ് നിങ്ങൾക്ക് നല്ലൊരു സ്കോർ നേടാൻ വേണ്ടി പറ്റുള്ളൂ. ഒന്നാമത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ഒക്കെ മാറി അത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചാലാണ് നിങ്ങൾക്ക് നല്ലൊരു സ്കോർ നേടാൻ വേണ്ടി കഴിയുള്ളൂ. ഇപ്പോൾ അടുത്ത കൊല്ലമൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ USS പോലുള്ള എക്സാം ഒക്കെ 7ാം ക്ലാസ്സിൽ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. അവിടേക്കൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ സാധാരണ പഠിച്ചു പോകുന്നാലേ ജസ്റ്റ് പാസ് മാർക്കിന് വേണ്ടി പഠിച്ചു പോയിട്ട് കാര്യമില്ല. അത്രയും വലിയൊരു സ്കോളർഷിപ്പ് ഒക്കെ നമുക്ക് നേടണമെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ ബേസ് അങ്ങോട്ട് സെറ്റ് ആക്കണം, നന്നായിട്ട് പഠിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വീക്കിലെ പ്ലാന്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ, ഇതിനനുസരിച്ച് ഇതേപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിലെടുത്ത പാഠങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ ബാച്ചിലുള്ള മക്കളാണെങ്കിൽ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ ഒരു ചാൻസ് മിസ് ചെയ്തപ്പോഴാണെങ്കിൽ ഒരു ഓഫർ ഉണ്ട്. അപ്പോൾ ആ ഒരു ചാൻസ് മിസ് ചെയ്ത് എന്ത് ചെയ്യുക മക്കളെ, നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഇനി ബാച്ചിലില്ലാത്ത മക്കളാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ചാപ്റ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ടൊരു പ്ലാനൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടി വരും. അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാനൊക്കെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ആഴ്ച പ്ലാൻ ചെയ്യാം. അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യുക മക്കളെ, പഠിച്ചോ. ഇനിയുള്ള ദിവസങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തീർന്നു പോകും. സോ എത്രയും പെട്ടെന്ന് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ എന്ത് ചെയ്യുക, ഈ നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്യുക.